നിർമാല്യ ദർശനത്തിന് ശേഷം രണ്ടാമതായിട്ട് എണ്ണാഭിഷേകമാണ് കേട്ടോ. അതായത് തലേ ദിവസത്തെ എല്ലാ അലങ്കാരത്തോടു കൂടി കാണുന്നതാണ് നിർമാല്യം എന്ന് പറഞ്ഞല്ലോ. രണ്ടാമതായിട്ട് ഈ എല്ലാ അലങ്കാരങ്ങളും മാറ്റിയതിന് ശേഷം എണ്ണാഭിഷേകം നടത്താറുണ്ട് ശ്രീ ഗുരുവായൂരപ്പന്. ഇതാണ് എണ്ണാഭിഷേക സമയത്ത് തൊഴുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ കാണുന്നത് വാതരോഗ നിവാരകൻ എന്ന ആ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ എണ്ണാഭിഷേകം കണ്ട് തൊഴുന്നത് സർവവാദാതി രോഗങ്ങളിൽ നിന്നുള്ള മുക്തിക്കാണ് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. ഈ അഭിഷേകം ചെയ്യുന്ന എണ്ണ നമുക്ക് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് ലഭിക്കാറുണ്ട്. ഇതാണ് ആടിയ എണ്ണ. ഇത് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ എണ്ണ സേവിക്കുന്നതും അതുപോലെ തന്നെ ശരീരത്തിൽ പുരട്ടുന്നതും വളരെ ഉത്തമമാണ് എന്നാണ് പൂർവികരെ അനുസ്മരിക്കാറുള്ളത്. ഇനി എണ്ണാഭിഷേകത്തിന്റെ സമയം വരുന്നത് 3:15 മുതൽ 3:20, 25 മാക്സിമം അത്രേ കിട്ടുള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ്, 7 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ എണ്ണാഭിഷേകം കഴിയും. അതിനുശേഷം